ഹലോ ഗൈസ്, അപ്പോൾ ദേ ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഷോകളൊക്കെ തുടങ്ങാറായി. അപ്പം നമുക്ക് നമ്മുടെ ഐറ്റംസ് ഒക്കെ ഒന്ന് സർവീസ് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം നമ്മുടെ ഡൂമിൻ്റെ ഒക്കെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഈ കാണുന്ന ബ്ലോവർ. അപ്പോൾ ബ്ലോവറാണ് നമ്മളുടെ ഡൂമിനെ വീർപ്പിച്ച് നിർത്തുന്നത്. അപ്പോൾ ബ്ലോവർ എത്രത്തോളം ഫാസ്റ്റായിട്ട് കാറ്റ് കൊടുക്കുന്നു അത്രയും ഫാസ്റ്റായിട്ട് നമ്മുടെ ഡൂം നിറയും. അതുപോലെ തന്നെ ബ്ലോവർ എത്രത്തോളം ക്ലീൻ ആണോ അത്രത്തോളം നമ്മുടെ ഡൂമിൻ്റെ ഉള്ളിലുള്ള എന്താണ് വായുവും ക്ലീൻ ആയിരിക്കും. അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ബ്ലോവർ ഒന്ന് ക്ലീൻ ആക്കണമെങ്കിൽ നമ്മുടെ കാറ്റ് അത് എടുക്കുന്നത് ഭയങ്കര സ്പീഡായിട്ട് കിട്ടുകയും നമ്മുടെ ഡൂം പെട്ടെന്ന് നിറയുകയും ചെയ്യും. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ഡൂം വീർക്കാനായിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഈ ബ്ലോവർ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ബ്ലോവർ ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പങ്കയാണ് ക്ലീൻ ചെയ്യേണ്ടത്. നമ്മുടെ വീട്ടിലൊക്കെ ഫാൻ ഉണ്ടാവും. അപ്പോൾ ഫാൻ ഇങ്ങനെ ആ ഫാനിൻ്റെ പങ്കകൾ ലീഫുകൾ ഇങ്ങനെ വളഞ്ഞു നിൽക്കും. ഈ വളഞ്ഞു നിൽക്കുമ്പോഴാണ് കാറ്റ് കൂടുതൽ കിട്ടുക. അപ്പോൾ കണ്ട ഈ ബ്ലോവർ ഇതിൻ്റെ ഇടയിൽ കണ്ട ഇഷ്ടംപോലെ പൊടികളും അതുകളൊക്കെ കയറി ഇങ്ങനെ ഇരിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ചെറിയൊരു സ്പാൻഡറോ അല്ലെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവറോ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് തിക്കിക്കളയണം. അതിനുശേഷം കണ്ട ഒന്ന് ഓയിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് നന്നായിട്ട് തുടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫാൻ ക്ലീൻ ആവും. അപ്പോൾ ഇതാണ് ബ്ലോവറിൻ്റെ ഫാൻ. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു സ്ക്രൂ ഡ്രൈവറൊക്കെ എടുത്തിട്ട് ക്ലീൻ ആക്കി അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു പൊടിപടലമൊക്കെ തിങ്ങി നിറഞ്ഞതൊക്കെ എടുത്ത് കളഞ്ഞു. പിന്നെ അതിനുശേഷം ഓയിൽ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ക്ലീൻ ആക്കിയാണ്. അപ്പോൾ നല്ല രസമായിട്ട് സംഭവം ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കാറ്റ് കൂടും. അതുപോലെ തന്നെ കുറച്ചും കൂടി നമ്മളിപ്പോൾ ഓഫ് ആക്കിയാലും കുറച്ച് നേരം കൂടിയൊക്കെ ഈ ഫാൻ ഇങ്ങനെ കറങ്ങും. കൂടുതലായിട്ടുള്ള കാറ്റുകളൊക്കെ അതിൻ്റെ അകത്തേക്ക് കിട്ടും. ഇതിൻ്റെ മറുഭാഗത്താണ് മോട്ടറും കാര്യങ്ങളൊക്കെ വന്നത്. അത് ഞാൻ പിന്നെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്ത് പങ്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നന്നായിട്ടൊന്ന് മുറുക്കണം. കാരണം ഇത് ഒരുപാട് നേരം ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള സംഭവമാണ് നമ്മുടെ ബ്ലോവർ. ആ ബ്ലോവർ നമ്മൾ ഈ സ്ക്രൂ ഡ്രൈവറൊക്കെ അല്ലെങ്കിൽ സ്ക്രൂ ഒക്കെ നന്നായിട്ട് മുറുക്കി വേണം വെക്കാനായിട്ട്. അല്ലെങ്കിൽ വല്ല സ്കൂളിൽ വെച്ച് അങ്ങനെ ഇത് കഴിഞ്ഞു പോയാൽ ഭയങ്കര സീനായിട്ട് മാറും. അപ്പോൾ നന്നായിട്ട് തന്നെ ഞാനത് അങ്ങോട്ട് മുറുക്കി ക്ലീൻ ആക്കി നിർത്തുകയാണ്. ഇനി നമുക്ക് ഈ ബ്ലോവറിൻ്റെ ബാക്കിലാണ് വേറൊരു സ്ഥലം പറഞ്ഞത്. അത് ശരിക്കും ഒരു നമ്മുടെ മോട്ടറിലേക്ക് ഒരു എക്സോസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം ഉള്ളത്. അല്ലാണ്ട് വേറൊന്നും അല്ല. എന്നാലും ഇവിടെയൊക്കെ പൊടിയുണ്ട്. ആ പൊടിയൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കുക. അതാണ് നമ്മുടെ മോട്ടർ. അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ മോട്ടറും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് തുടച്ച് ക്ലീൻ ആക്കണം. എന്തായാലും സർവീസ് ചെയ്യല്ലേ. അപ്പോൾ നല്ല രസമായിട്ട് എല്ലാം കൂടി ഒന്ന് സർവീസ് ചെയ്യാന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ഈ പച്ച ഭാഗമൊക്കെ ഒന്ന് അങ്ങോട്ട് ക്ലീൻ ആക്കി അതിന് മുകളിൽ നന്നായിട്ട് അഴുക്കുണ്ട്. അതൊക്കെ ഒന്ന് ഇടയിലൊക്കെ നമ്മുടെ തുണിയൊക്കെ തിരികെ കയറ്റിയിട്ട് അതും ക്ലീൻ ആക്കി. എന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിന്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരു ഗ്രില്ല് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഈ എയർ ഈ ഭാഗത്തെ കൂടി വലിച്ചിട്ട് ഫ്രണ്ട് ഭാഗത്തെ കൂടി ഈ ഭാഗത്തെ കൂടിയാണ് എയർ കളയണത്. അപ്പോൾ അവിടെ ഒരു ഗ്രില്ല് വന്നിട്ടുണ്ട്. ആ ഗ്രില്ലുമേലും ഈ പറഞ്ഞതുപോലെ ഒരുപാട് പൊടിപടലങ്ങൾ തങ്ങി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മൂടിയുണ്ട്. ആരും ആ പൊടിപടലങ്ങളൊന്നും കാണൂല. എന്നാലും നമുക്ക് നമ്മുടെ സേഫ്റ്റി അതുപോലെ തന്നെ നല്ല വായുവൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി. അതുമേലൊക്കെ മുടികളൊക്കെ ഉണ്ടാവും. ഈ സ്കൂളിൽ പെമ്പിള്ളേരൊക്കെ ഉള്ളത് കാരണം ഒരുപാട് മുടികളൊക്കെ അതുമേലും ഒന്ന് തങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാം. മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ കൂടി വേണമെങ്കിൽ കൈയിട്ടിട്ട് നമുക്ക് ആ ഉൾഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാം. അപ്പോൾ ഇതിന്റെ മേജർ പാർട്ട് വരുന്നത് ആ ഫാൻ തന്നെയാണ്. ആ ഫാനാണ് ക്ലീൻ ആക്കേണ്ടത്. ആ ഫാനിന്റെ ഒരു ചരിവുള്ള ഭാഗത്ത് ഒരുപാട് പൊടിപടലങ്ങൾ കയറിയിരിക്കുന്നുണ്ടാവും. ആ പൊടിയാണ് നമുക്ക് എടുത്ത് കളയേണ്ടത്. അപ്പോൾ അതും കൂടി അങ്ങോട്ട് ഫിക്സ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ബ്ലോവർ ക്ലീൻ നീറ്റായി. ഇനി നമുക്ക് നല്ല ഷോക്ക് പോകാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഷോ സൂപ്പർ ഷോ ആണ്. നിങ്ങളുടെ സ്കൂളുകളിൽ എല്ലായിടത്തും ഒക്കെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. താങ്ക്